സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നിരൂപണമല്ല. പേരമ്പ് സിനിമ കണ്ട എത്ര പേർക്ക് ഒരു നിരൂപണം എഴുതാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല. അത്രത്തോളം ആഴത്തിൽ സ്പർശിക്കുന്ന സിനിമ, കണ്ണും മനസ്സും നിറയ്ക്കുന്ന ചിത്രം. ഒരിക്കലും കരയിപ്പിക്കുന്ന ഒരു സിനിമയല്ല പേരമ്പ് എന്ന് ആദ്യം തന്നെ പറയാം. നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിത്രവുമല്ലത്. നമ്മളുടെ മനസ്സിലെ നന്മയെ കാട്ടിത്തരുന്ന ചിത്രം, അതാണ് പേരമ്പ്. ഭാവങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് തന്നെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ വിശേഷിപ്പിക്കാം. ആദ്യം സംവിധായകൻ റാമിനൊരു സല്യൂട്ട്, ഇത്തരത്തിലൊരു ചിത്രം സമ്മാനിച്ചതിന്. തമിഴ് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഈ തലമുറയിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകരിൽ ഒരാൾ തന്നെയാണ് റാം. അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ് പേരമ്പ്. മമ്മൂട്ടിയുടെ പ്രകടനം വാക്കുകൾക്കതീതം. ഒരുപക്ഷെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും മമ്മൂട്ടിയുടെ നടനെ ഇത്രത്തോളം ചൂഷണം ചെയ്ത മറ്റൊരു കഥാപാത്രം ഉണ്ടാകുന്നത്. അമുതനായി മമ്മൂട്ടി ജീവിച്ചു. ചിത്രത്തിലെവിടെയും മെഗാസ്റ്റാറിനെ കണ്ടില്ല. കണ്ടത് മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമുതൻ എന്ന കഥാപാത്രത്തെ മാത്രം. പാപ്പയായുള്ള സാധനയുടെ പ്രകടനവും മികച്ചു നിന്നു. പ്രകൃതി ചിത്രത്തിൽ ഒരു കഥാപാത്രം തന്നെയാണ്. ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ചലച്ചിത്രപ്രേമി എന്നല്ല, ഒരു മനുഷ്യൻ ജീവിതത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് പേരമ്പ്. കാണുക, അനുഭവിച്ചറിയുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.